അപ്പോൾ നമ്മുടെ ജിജി മാരിയോ ഫിലിപ്പ് ഫില കാലിയോ ദ മോസ്റ്റ് അൺമോട്ടിവേറ്റഡ് മോട്ടിവേഷൻ സ്പീക്കേഴ്സിൻ്റെ ആ ഒരു കംപ്ലീറ്റ് പിക്ചർ നമുക്ക് കിട്ടുകയാണ്. കാരണം ജിജി മാരിയോ എന്ന് പറഞ്ഞിട്ടുള്ള ആ വൈഫ്, അവരാണ് കേസ് കൊടുത്തത്, അവരെ തലയാണ് മാരിയോ അടിച്ച് പൊട്ടിച്ചു എന്ന് പറഞ്ഞത്. അതിനുശേഷം മാരിയോയുടെ എക്സ്പ്ലനേഷൻ നമ്മൾ പല ചാനലുകളിലായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാനും ആ എക്സ്പ്ലനേഷൻസ് എടുത്തു വെച്ച് എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ സ്റ്റിൽ പറയുന്നൊരു കാര്യം, ഇതിൽ രണ്ടുപേരും ഉടായിപ്പ, ഭാര്യ ഉടായിപ്പ, ഭർത്താവ് ഉടായിപ്പ. ഇത് വേറെ എന്തോ ഒരു വലിയ വിഷയം മറച്ചു വെക്കാൻ വേണ്ടി രണ്ടും കൂടി കാണിച്ചു കൂട്ടുന്ന ഒരു എ ക്ലാസ് നാടകമാണോ എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ഫീലിംഗ്. ഇപ്പം തന്നെ സോഷ്യൽ മീഡിയ രണ്ട് തട്ടില്ല, ഭർത്താവിൻ്റെ കൂടി ഭാര്യയുടെ കൂടി. ഭർത്താവിൻ്റെ എക്സ്പ്ലനേഷൻസ് വന്ന സമയത്ത് തന്നെ ഒരു മോസ്റ്റ് മെജോറിറ്റി ഭർത്താവ് പറയുന്നതിലല്ലേ, മാരിയോ പറയുന്നതിലല്ലേ കാര്യം എന്നുള്ള രീതിക്ക് മാറി തുടങ്ങിയിരുന്നു. വൈഫ് അപ്പോഴും ഭയങ്കര സൈലൻ്റ് ആയിരുന്നു ജിജി. ഇപ്പോൾ ജിജി മാരിയോയുടെ ഒരു എക്സ്പ്ലനേഷൻ വന്നതോടുകൂടി ഭർത്താവിൻ്റെ സൈഡിൽ ഇയാൾ പറയുന്നതല്ലേ ശരി എന്ന് തോന്നുന്നവരുടെ എണ്ണം കൂടാനുള്ള ചാൻസ് ഞാൻ കാണുന്നുള്ളൂ. കാരണം ജിജി മാരിയോയുടെ എക്സ്പ്ലനേഷൻ ബ്ലണ്ടറാണ്, കുറേ ഒളിപ്പിച്ച് വെക്കുന്നുണ്ട്, കുറേ നുണകൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പം എന്താണെങ്കിലും ഈ വിഷയത്തിൽ ജിജി മാരിയോ എന്താ പറഞ്ഞെന്നുള്ളത് നമുക്ക് നോക്കാം. കഴിഞ്ഞ വർഷം അദ്ദേഹം, അതായത് എൻ്റെ ഹസ്ബൻഡ് മാരിയോ ജോസഫ്, വളരെ രഹസ്യമായിട്ട് ഞാൻ അറിയാതെ സെക്ഷൻ 8 ആക്ട് പ്രകാരം ഒരു പാരലായിട്ട് ഫിലോക്കാലിയുടെ പേരിൽ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. അതിൽ എനിക്ക് അംഗത്വമില്ല, ഞാൻ അറിയുന്നില്ല. മിസ്റ്റർ ദേവസ്യ സൈലന്റ് പാർട്ട്ണറായിട്ട് അവരുടെ ഭാര്യ സുലേഖ, സൈലന്റ് പാർട്ട്ണറായിട്ട് അഡ്വക്കേറ്റ് മഹേഷ്, മിസ്സിസ് റോസ്ലി, പിന്നെ അജ്മൽ കുത്തുകൽ, ഇവരെല്ലാവരും അടങ്ങുന്ന ഒരു ടീമാണ് ഇതിനെ നയിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അറിയാൻ വൈകി. അറിഞ്ഞപ്പോൾ ഞാൻ അതിനെ ചോദ്യം ചെയ്തു, എതിർത്തു. ഞാൻ ആദ്യം മൗനം പാലിച്ചു. സാരമില്ല, പൊക്കോട്ടെ, കമ്പനി ആക്ട് അത് അതിന്റെ വഴിക്ക് പൊക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇരിക്കെ ഞാൻ നോക്കിയപ്പോൾ 6 മാസമായിട്ടും ഫിലോക്കാലിയ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഒരു പ്രവർത്തനങ്ങളും മുന്നോട്ട് നടക്കുന്നില്ല. അതായത് കേരളത്തില് ഏകദേശം 30ഓളം വീടുകളുടെ പണി നടക്കുന്നുണ്ട്. അതെല്ലാം ഭാഗികമായിട്ട് നിലച്ചിരിക്കുകയാണ്. ആ വർക്കുകൾ അവർ പൂർത്തിയാക്കുന്നില്ല. അപ്പൊ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, താങ്കൾ കമ്പനിയായിട്ട് പോവുകയാണെങ്കിൽ പൊയ്ക്കൊള്ളൂ, പക്ഷേ ഈ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ മരവിപ്പിക്കരുത്. ഇതാണ് നമ്മളുടെ കുഞ്ഞ്, നമ്മൾ രൂപം കൊടുത്ത, രണ്ടുപേരും ഒന്നിച്ചു നിന്ന് വളർത്തിയെടുത്ത, ഒരേപോലെ വളർത്തിയെടുത്ത ഒരു പ്രസ്ഥാനമാണ്. ജിജി ഒറ്റയ്ക്ക് നിന്നാലും വളരില്ല, മാരി ഒറ്റയ്ക്ക് നിന്നാലും വളരില്ല. രണ്ടുപേരും ഒന്നിച്ചു നിൽക്കുമ്പോഴാണ് അത് ഫിലോക്കാലിയ എന്ന പ്രസ്ഥാനത്തിന് മാറ്റുകൂടിയതും ജനങ്ങൾ ഏറ്റെടുത്തതും നമുക്ക് ഇത്രയേറെ നന്മകൾ ചെയ്യാൻ സാധിച്ചതും. അതുകൊണ്ട് ആ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ മരവിപ്പിക്കരുത് എന്ന് ഞാൻ പല പ്രാവശ്യം കെഞ്ചി അവരോട് അപേക്ഷിച്ചു. അവരത് കേട്ടില്ല. പകരം അവർ ചെയ്തത്, ഈ കമ്പനി ആക്ടിലുള്ള ഫിലോക്കാലിയയുടെ ബാങ്ക് അക്കൗണ്ട് പരസ്യമായിട്ട് 1 വർഷമായിട്ട് അവര് അദ്ദേഹത്തിന്റെ ചാനലിൽ കൂടി ഡിസ്പ്ലേ ചെയ്യാൻ തുടങ്ങി. ജനങ്ങൾക്ക് അറിയില്ല അതിൽ ഞാനുണ്ടോ ഇല്ലയോ എന്നൊന്നും ജനങ്ങൾക്കറിയില്ല. ഫിലോക്കാലിയ എന്ന പേര് കാണുമ്പോൾ ജനങ്ങൾ എല്ലാവരും ഓട്ടോമാറ്റിക്കലി അതിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ തുടങ്ങി. അതിൽ ഫണ്ട് വരാൻ തുടങ്ങി. സ്വാഭാവികമായിട്ടും ഫിലോക്കാലിയ ചാരിറ്റബിൾ ട്രസ്റ്റിലേക്ക് ഫണ്ട് വരാതെയായി. അങ്ങനെയുള്ള കുറേ സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ വീണ്ടും അദ്ദേഹത്തിന്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തു, ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ മരവിപ്പിക്കരുത്, ട്രസ്റ്റിൽ നടക്കുന്ന വർക്കുകൾ പൂർത്തിയാക്കണം. കാരണം എത്രയോ കുടുംബങ്ങളുടെ കണ്ണുനീരുണ്ട്. ഈ 30 കുടുംബങ്ങളും പല പ്രാവശ്യമായിട്ട് ഓഫീസിൽ കയറി ഇറങ്ങുകയും വീട് പണി പൂർത്തിയാക്കി തരണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു. പക്ഷെ അദ്ദേഹം അതൊന്നും ചെവിക്കൊണ്ടില്ല. അവരുടെ കണ്ണുനീര് എനിക്ക് കാണാതിരിക്കാൻ പറ്റിയില്ല. അങ്ങനെയുള്ള ഇതാണ് ഞങ്ങളുടെ പ്രശ്നങ്ങളുടെ മൂല കാരണം. അങ്ങനെയുള്ള ഒരു തർക്കങ്ങളൊക്കെ നടക്കുന്നതിനിടയ്ക്ക് ഞാൻ അജ്മൽ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ അടുത്ത് വാട്സപ്പിൽ സന്ദേശം അയച്ചു. അദ്ദേഹം ഇപ്പോൾ ശരിക്കും സ്റ്റേബിൾ ആണ്. അദ്ദേഹം പറയുന്നതനുസരിച്ച് നിങ്ങൾ കൂട്ടി നിൽക്കരുത്, കുടുംബം തകർക്കരുത്, ഞങ്ങളുടെ കുടുംബം തകർക്കരുത്, പ്രസ്ഥാനം തകർക്കരുത്, നിങ്ങൾ മാറിപ്പോണമെന്ന് അപേക്ഷിച്ചു. ഭർത്താവ് മെന്റലി സ്റ്റേബിൾ അല്ല, അൺസ്റ്റേബിൾ ആണ് എന്നാണ് ഭാര്യയായ ജിജി മാരിയോ പറയുന്നത്. ഇവർ പറഞ്ഞത് ഞങ്ങൾ തമ്മിൽ വേറെ സീനൊന്നുമില്ല, പ്രസ്ഥാനത്തിന് പറഞ്ഞുള്ള സീനാണ്. അതെ, നാട്ടുകാരുടെ പൈസയിൽ നിങ്ങൾ ചാരിറ്റി തുടങ്ങാൻ അല്ലെങ്കിൽ ചാരിറ്റി ചെയ്യാൻ വേണ്ടി നാട്ടുകാരുടെ പോക്കറ്റിലിരിക്കുന്ന പൈസ കണ്ടു തുടങ്ങിയ നിങ്ങളുടെ ചാരിറ്റി സ്ഥാപനം ഫിലോക്കാലിയ, അതിനകത്ത് നാട്ടുകാരാണ് മാം പൈസ ഇടുന്നത്. മനസ്സിലായോ? ആ പൈസ ഇടുന്ന നാട്ടുകാർ കാണുന്നത് ഇപ്പോൾ നിങ്ങളെ തമ്മിലടിയ. എന്താ റീസൺ എന്നുള്ളത് നിങ്ങളിവിടെ പറയുന്നില്ല. പക്ഷെ നിങ്ങളെ ഹസ്ബൻഡ് വീഡിയോ ഇട്ടപ്പോൾ നിങ്ങളെ ഹസ്ബൻഡ് പറഞ്ഞു, നിങ്ങളും നിങ്ങളുടെ കൂട്ടക്കാരും കുടുംബക്കാരും ഫിലോക്കാലിയ ട്രസ്റ്റിൽ നിന്ന് പൈസ അടിച്ചു മാറ്റുന്നത് കൊണ്ട്
അതിൽ അസംതൃപ്തി തോന്നിയ ഹസ്ബൻഡ് ഇത് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നുള്ള സംഗതിയിൽ നിന്ന് അത് ക്ലോസ് ചെയ്ത് ഒരു കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്ത് പിന്നെ അതൊരു NGO ആക്കാനുള്ള ശ്രമമാണ് നടത്തിയത് എന്നുള്ളത്. പക്ഷെ നിങ്ങളിവിടെ പറയുന്നത് എന്താ? നിങ്ങൾ കൂടി അംഗമായിരുന്ന ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ച ഹസ്ബൻഡ്, അയാൾ മെൻ്റലി അൺസ്റ്റേബിൾ ആയതുകൊണ്ട് അയാളെ കൊണ്ട് ബാക്കിയുള്ളവർ ഇതെല്ലാം മുതലെടുപ്പിച്ച് ഇത് വേറൊരു കമ്പനി രജിസ്റ്റർ ചെയ്ത് അയാൾ ആ സാധനം അവിടെ അതിൻ്റെ QR കോഡ് കൊടുത്ത് അതിലേക്ക് പൈസ ബൈപ്പാസ് ചെയ്യിപ്പിച്ചു. എന്തുകൊണ്ട് നിങ്ങളെ ഹസ്ബൻഡ് പുതിയൊരു കമ്പനി തുടങ്ങി എന്നുള്ളതിനുള്ള ഉത്തരം നിങ്ങൾ പറയുന്നില്ല. പക്ഷെ നിങ്ങളെ ഹസ്ബൻഡ് പറഞ്ഞു, ഞാൻ എന്തിനൊരു പുതിയ കമ്പനി തുടങ്ങി, ഞാൻ എന്തുകൊണ്ട് ചാരിറ്റബിൾ ട്രസ്റ്റ് നിർത്തി എന്നുള്ളതിന് ഹസ്ബൻഡിനൊരു ക്ലാരിറ്റി ഉണ്ട്, നിങ്ങൾക്കതിൽ ക്ലാരിറ്റി ഇല്ല. നിങ്ങൾ ജസ്റ്റ് വന്നിട്ട് അതെ ചാരിറ്റബിൾ ട്രസ്റ്റ് ഞങ്ങൾ രണ്ടുപേരും തുടങ്ങിയതാണ്, അത് നിർത്തിയിട്ട് ഹസ്ബൻഡ് എന്തിന് ബാക്കിയുള്ളവരുടെ കൂടെ പോയിട്ട് ഒരു കമ്പനി തുടങ്ങി. ചോദ്യം മാത്രമാണ് നിങ്ങൾ ചോദിച്ചു വെച്ചത്. നിങ്ങൾ ആ ഒരു ഉത്തരത്തിലോട്ട് എത്തിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡ് ഇട്ട എല്ലാ വീഡിയോ, നിങ്ങൾക്കെതിരെ ഹസ്ബൻഡ് പറഞ്ഞു ഓരോ ആരോപണങ്ങളും കണ്ടതിന് ശേഷമാണ് നിങ്ങൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള ഉത്തരം നിങ്ങൾ തരണം, അല്ലെങ്കിൽ ഉത്തരം നിങ്ങൾ സൊസൈറ്റിക്ക് കൊടുക്കണം. കാരണം ഇത് ചിലരൊക്കെ കമൻറ്റ് ബോക്സിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള തല്ലല്ലേ എന്ന് പറയുന്നുണ്ട്. ഭാര്യയും ഭർത്താവും നാട്ടുകാരുടെ കാശ് കയ്യിൽ വെച്ചിട്ട് ബ്ലഡി ഈ തല്ലുണ്ടാക്കുന്നത്. മനസ്സിലായല്ലോ? ഒരു കയ്യിൽ ചാരിറ്റി ചെയ്യുന്നുണ്ട്. ഞാനൊരു കാര്യം പറയാം, ഞാനൊരു 10,000, 1 ലക്ഷം, 10 ലക്ഷം, 10 കോടിയോ എടുത്ത് ചാരിറ്റി ചെയ്തിട്ട് നാളെ ഒരു വൃത്തികേട് ചെയ്താൽ അത് വൃത്തികേട് അല്ലാതാവുമോ? അത് വൃത്തികേട് അല്ലാതാവുമോ? ഇവിടെ ഫൈസൽ മലബാർ നന്മമരം, ഈ ഫിലോകാലിയ നന്മമരം, ഇവരൊക്കെ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപയുടെ നന്മ ചെയ്യുന്നില്ലേ, ചാരിറ്റി ചെയ്യുന്നില്ലേ? അതുകൊണ്ട് അവരുടെ മിസ്റ്റേക്ക് കണ്ണടച്ചൂടെ എന്ന് ചോദിക്കുന്നത് എത്ര വലിയ ഉളുപ്പില്ലായ്മയാ. ഞാൻ പറഞ്ഞു, ചെറിയ ചോട്ടാ മോട്ടാ വിഷയങ്ങളാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്ത് വിടാമെന്ന് വിചാരിക്കും. ഇത് ചോട്ടാ മോട്ടാ കാര്യമാണോ മക്കളെ? എനിക്കത് അങ്ങനെ തോന്നുന്നില്ല. ഓൾറെഡി മോട്ടിവേഷൻ സ്പീക്കേഴ്സായിട്ട് നാട്ടുകാരെ മോട്ടിവേറ്റ് ചെയ്യാൻ വന്ന് നിൽക്കുന്ന പല കുടുംബങ്ങളും ഇവരുടെ മോട്ടിവേഷൻ കൊണ്ട് ചോദ്യചിഹ്നത്തിൽ നിൽക്കുന്ന ഒരു സമയം, അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള കുറച്ച് 2 പേര്, അങ്ങനെയുള്ള 2 ആളുകൾ ഇതേപോലെ ഫിനാൻഷ്യൽ മാറ്റേഴ്സിൻ്റെ മുകളിലാണ് ഇവർ തമ്മിലുള്ള ഡിഫറൻസ് വന്നത്. അതും ഇവർ അധ്വാനിച്ച് ഉണ്ടാക്കിയ പൈസ ഉണ്ട്. ഇവരുടെ യൂട്യൂബ് റവന്യൂ, ഇവരുടെ ഫേസ്ബുക്ക് റവന്യൂ, അല്ലെങ്കിൽ ഇവർ സുവിശേഷം പറഞ്ഞും ഇവർ മോട്ടിവേഷൻ കൊടുത്ത ക്ലാസ്സിലെ പൈസ കൊണ്ടല്ലല്ലോ, അതിൻ്റെ മുകളിലല്ലോ തല്ലുണ്ടാവുന്നത്. നാട്ടുകാരെ നിങ്ങൾ തരൂ, ഞങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞ് ഇത് കൊടുക്കുന്ന ആളുകൾ ഇത് ബൈപ്പാസ് ചെയ്ത് കൊണ്ടുവന്നു. ഞാൻ എപ്പോഴും ചാരിറ്റി വർക്കേഴ്സിനെ പറയുന്ന ഒരു കാര്യമുണ്ട്, അവർ ജസ്റ്റ് മീഡിയേറ്റേഴ്സാണ്. ആ മീഡിയേറ്റേഴ്സിനാണ് ഫെയിം, ആ മീഡിയേഴ്സിനാണ് സെലിബ്രിറ്റി സ്റ്റാറ്റസ്, ആ മീഡിയേറ്റേഴ്സിനാണ് എന്ത് കിട്ടുന്നത്, ഈ സൗഖ്യം, സന്തോഷം, സുഖം. ഈ കൊടുക്കുന്ന പൈസ കൊടുത്ത ഒരാൾക്ക് പോലും, ഇപ്പോൾ ഒരാളെ സഹായിക്കാൻ ഒരാൾ മീഡിയേറ്ററായിട്ട് നിന്നിട്ട് കുറേ പൈസ കളക്ട് ചെയ്തിട്ടാണ് കൊടുത്തു ഒരാളെ സഹായിക്കാൻ. സഹായം കിട്ടിയ ആൾ ഈ മീഡിയേറ്റർ നിന്ന ആളെയാണ് ദൈവം പോലെ കാണുക. ഇവൻ കളക്ട് ചെയ്ത് വരുന്ന പൈസ ആരതൊക്കെയെന്നുള്ളതോ അല്ലെങ്കിൽ എവിടെ നിന്നൊക്കെ എന്നുള്ളത് അവരൊന്നും അതിൻ്റെ ഫേസ് ആവില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഈ മീഡിയേറ്റർ പണി എടുത്ത് അതിൽ വന്ന കാശിനാണ് നിങ്ങൾ ഈ തല്ലുകൂടിക്കൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ. ഭർത്താവ് ഭാര്യ അടിച്ചു മാറ്റണമെന്ന് പറയുന്നു, ഭാര്യ വന്നിട്ട് അതിനെക്കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷനും പറയാതെ ഭർത്താവ് പുതിയൊരു കമ്പനി തുടങ്ങിയതിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാട്ടുകാർ കാണുന്ന ഒരു പൊട്ടന്മാരാ. ചിലപ്പോൾ ഒറ്റ ബുദ്ധിയിൽ എടുക്കുന്ന ചില തീരുമാനങ്ങളൊന്നും ശരിയാകണമെന്നില്ല. നിങ്ങൾ അതിന് കൂട്ടി നിൽക്കരുത്. അദ്ദേഹം ഇപ്പോൾ മെന്റലി ഇച്ചിരി സ്റ്റേബിൾ അല്ലാത്തതുപോലെ തോന്നുന്നു. അതുകൊണ്ട് ദയവ് ചെയ്ത് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കൂട്ടി നിൽക്കരുത്, കുടുംബം തകർക്കരുത് എന്ന് പല പ്രാവശ്യം ബെഗ് ചെയ്തിട്ടും അവരത് കേൾക്കുവാൻ തയ്യാറായില്ല. പല പ്രാവശ്യം അവർ ഗൂഢാലോചന നടത്തുകയും എന്നെ ഓഫീസിൽ കയറ്റാതാക്കുകയും എന്റെ ക്യാബിനിൽ അവർ കയറിയിരുന്ന് മീറ്റിംഗ് നടത്തുകയും എന്നെ ക്യാബിന് പുറത്ത് പൂട്ടിയിടുകയും, അതായത് ഓഫീസ് എന്റെ ക്യാബിൻ ലോക്ക് ചെയ്തിട്ട് അതിനകത്തിരുന്ന് മീറ്റിംഗ് നടത്തി എന്നെ അകത്തോട്ട് കയറ്റാതെ ഇരിക്കുകയും ചെയ്യുന്ന ഒരുപാട് ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. ക്യാബിൻ തുറക്കൂ, പ്ലീസ് ക്യാബിൻ തുറക്കൂ, എന്റെ ക്യാബിൻ തുറക്കൂ, പ്ലീസ് തുറക്കൂ. ഇതാണ് ഞങ്ങളുടെ മൂല കാരണം. ഇങ്ങനെയിരിക്കെ ഈ പ്രശ്നം പരിഹരിക്കാൻ എന്റെ മൂത്ത മോളിൽ ഇടപെടുകയും ഒരു മീഡിയേഷൻ ടോക്ക് പീലാർമൊഴിയിലെ ഞങ്ങളുടെ വസതിയിൽ വെച്ചിട്ട് നടക്കുകയും ചെയ്തു. ആ സമയത്ത് ഞാനും മകളും മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോ അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ സെറ്റപ്പ് ബോക്സ് അല്ല അവിടെ വെച്ചിരുന്നത്, ഈ ക്യാമറയുണ്ട്, CCTV ക്യാമറയുടെ DVR ആണ്.
DVR എടുത്ത് എൻ്റെ തലയ്ക്കടിക്കുകയും 6 സ്റ്റിച്ച് ഉണ്ടാവുകയും കയ്യിൽ കടിക്കുകയും മറ്റു കാര്യങ്ങൾ, എൻ്റെ ഫോണൊക്കെ തല്ലിപ്പൊട്ടിക്കുകയൊക്കെ ചെയ്തു. ഞാൻ ആരോടൊന്നും മിണ്ടിയില്ല. അപ്പോഴേക്കും എൻ്റെ മകൾ എൻ്റെ ബന്ധുക്കാരെ വിളിച്ചു വരുത്തി. എൻ്റെ അനുജത്തിനെ വിളിക്കുന്നു, അവിടെയുള്ള 1-2 സ്റ്റാഫിനെ വിളിച്ച് വരുത്തുന്നു. ഏകദേശം ഒരു ഇൻസിഡന്റ് കഴിഞ്ഞ് ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് അവരെല്ലാവരും ഓടിയെത്തുന്നത്. എത്തി അവരെന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. കൊണ്ടുപോയപ്പോൾ ഓട്ടോമാറ്റിക്കലി ഹോസ്പിറ്റൽ അത് MLC ഇട്ടു, സ്വമേധിയ കേസെടുത്തു, FIR രജിസ്റ്റർ ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. അഡ്വക്കേറ്റ് മഹേഷ്, മിസ്റ്റർ ദേവസ്യ, അദ്ദേഹത്തിന്റെ ഭാര്യ സുലേഖ, അജ്മൽ, റോസ്ലിൻ, ബൈജു, അങ്ങനെ കുറച്ചുപേരടങ്ങുന്ന സംഘമാണ് അദ്ദേഹത്തെ ഇപ്പൊ മിസ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് ഇപ്പൊ നോർമലായി ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥ മുതലെടുത്ത് അവരാണ് അദ്ദേഹത്തെ ഒരു കളിപ്പാവ് പോലെ ദുരുപയോഗം ചെയ്യുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇവര് എഗെയിൻ പറയുന്നതിലുള്ള സംശയങ്ങൾ ഞാൻ ഇവരോട് തന്നെ ചോദിക്കുകയാണ്. ഐ ഡോണ്ട് നോ വെദർ ഇവരിത് കാണുമില്ല എന്നുള്ളത്. ഒന്നാമത്തെ കാര്യം, ഇവർ ഈ മകളും അമ്മയും മാത്രമുള്ളപ്പോൾ എടുത്ത കുറേ വീഡിയോ, അതിൻ്റെ ഓഡിയോ റെക്കോർഡിങ്, ഇതൊക്കെ മീഡിയയ്ക്ക് കൊടുത്തത് ആര്? അതായത് ഇവർക്കിത് മീഡിയയിൽ കൊടുക്കാനോ മീഡിയയിൽ ഔട്ട് ചെയ്യാനോ താല്പര്യമില്ല. ഇവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ സമയത്ത് ഹോസ്പിറ്റലിൽ നിന്ന് പോലീസ് സ്റ്റേഷനിൽ ഇൻറ്റിമേഷൻ കൊടുത്തതിന് ശേഷമാണ് ഇത് കേസായി രജിസ്റ്റർ ചെയ്ത്. ഇവർക്ക് കേസ് കൊടുക്കാൻ താല്പര്യമില്ല. ഇതൊക്കെ പറയുന്ന ഇവർ ഈ ഇൻസിഡൻറ്റ് ഫസ്റ്റ് വെളിയിൽ വരുമ്പോൾ കുറേ വിഷ്വൽസും കുറേ ഓഡിയോസും അച്ഛനും മകളും അമ്മയും സംസാരിക്കുന്നത്, ആ വീട്ടിനകത്ത് ഇത് തല്ലിപ്പൊട്ടിക്കും ഉണ്ടാകുന്ന വിഷയങ്ങൾ, ഇതൊക്കെ പുറത്ത് മീഡിയയ്ക്ക് കൊടുത്തത് നിങ്ങളെ സൈഡിൽ നിന്ന് നിങ്ങൾ റെക്കോർഡ് ചെയ്തതിൻ്റെ പോർഷൻസ് അല്ലേ? അപ്പം നിങ്ങളുടെ ഇൻറ്റൻഷൻ എന്തായിരുന്നു? നിങ്ങളുടെ മോട്ടീവ് എന്തായിരുന്നു? ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റിക്ക് ചോദിക്കുകയാണ്. അത് മാത്രമല്ല, ഇവരിപ്പോൾ ഈ പറഞ്ഞല്ലോ ഇവരെ ക്യാബിൻ്റെ പുറത്താക്കിയിട്ട് പൂട്ടി അവരവിടെ നിന്ന് ചർച്ച ചെയ്തു. അതിനുള്ള ഉത്തരം ഹസ്ബൻഡ് അവിടെ പറയുന്നുണ്ട്. ഇവർ പൈസ അടിച്ച് മാറ്റുകയാണ്. ഇവർ ഈ മറ്റേ ഭാര്യേൻ്റെ അച്ഛൻ, അമ്മ, മാമൻ, മരുവോള്, തങ്കച്ചി, തങ്കപ്പൻ എന്ന് പറഞ്ഞിട്ട് അവർ മൊത്തത്തിൽ ഇയാളും ഈ മാരിയും കൂടി ഇരുന്നിട്ട് ഈ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ മുകളിൽ അപ്പം തമ്പുരാനും സുഭദ്രയും കമ്മിറ്റി ഉണ്ടാക്കി വെച്ചിട്ട് അതിന്ന് പൈസ അടിച്ച് മാറ്റുമ്പോൾ ആ സംഘടന അല്ലെങ്കിൽ ആ ഒരു പ്രസ്ഥാനം തുടങ്ങാൻ വേണ്ടി ഹെൽപ്പ് ചെയ്ത ആൾക്കാരെ ചതിച്ച് പുറത്തിരുത്തിയപ്പോൾ അതിൽ സഹിക്കാൻ പറ്റാത്ത ഹസ്ബൻഡാണ് എന്ത് ചെയ്തത്? നിങ്ങളെ പിടിച്ച് പുറത്താക്കിയതെന്ന് അയാൾ ബ്ലണ്ടായിട്ട് പറയുന്നുണ്ട്. അയാൾ തുറന്നു പറയുന്നുണ്ട് പുറത്താക്കിയതാണ്, ചതിച്ച് പുറത്താക്കിയതാണ് നിങ്ങളെ. കാരണം എന്താ? നിങ്ങളെ ബാക്കിയുള്ളവർ ചതിച്ച്, ഈ അജ്മൽ ബാക്കിയുള്ള ടീമിനെ ചതിച്ചതുകൊണ്ട് നിങ്ങൾക്കിട്ട് ഭർത്താവ് ചതിച്ചൊരു പണി വെച്ച്. കാരണം നിങ്ങൾ അതിന് കാശ് അടിച്ച് മാറ്റുന്നു, നിങ്ങൾ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് പൈസ മേടിക്കുന്നു, നിങ്ങൾക്കെതിരെ ഭർത്താവ് ആരോപിച്ച ആരോപണങ്ങളുണ്ട്, മദ്യപാനം, ED എൻക്വയറി, ഇതിനെക്കുറിച്ചിട്ട് ഒന്നും നിങ്ങൾക്ക് ഈ വീഡിയോയിലൊന്നും പറയാനില്ലേ സ്ത്രീയെ? ഒന്നും നിങ്ങൾ പറഞ്ഞത് ഞാൻ കണ്ടിട്ടില്ല, ഇതിൽ ഞാൻ കേട്ടിട്ടുമില്ല. കുറേ കട്ടുകളുണ്ട് ഇതിനകത്ത്. പിന്നെ എന്ത് തരം എക്സ്പ്ലനേഷനാണ് നിങ്ങൾ ഈ കൊടുത്തുകൊണ്ടിരിക്കുന്നത്? കുറേ കൈ ഇങ്ങനെ പിടിച്ച് നോക്കൂ മക്കളെ, എൻ്റെ കുഞ്ഞാട്ടികളെ, നിങ്ങൾ ഇത് പറയുന്നത് മോട്ടിവേഷൻ സ്പീക്കിംഗ് അല്ല ഇത്, അല്ലെങ്കിൽ മോട്ടിവേഷൻ കൊടുക്കല്ല നാട്ടുകാർക്ക്. ദ മോസ്റ്റ് അൺമോട്ടിവേറ്റഡ് അൺഡിസേർവ്ഡ് കപ്പിൾസ് എന്നുള്ള രീതിക്കാണ് ഇപ്പോൾ സൊസൈറ്റിയുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. അപ്പോൾ പിന്നെ വന്ന് ഇരുന്നിട്ട് പറയുമ്പോൾ ഒരു ഇത്തിരി ക്ലാരിറ്റിയിൽ കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകണ്ടേ? ഇല്ലെങ്കിൽ ഇതേപോലെ 100 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ട അവസ്ഥ ഇനിയും വരില്ലേ? എൻ്റെ അനുജൻ ഒരു 1.5 കോടിയിലധികം വിലയുള്ള ഒരു വീട് മേടിച്ചു എന്ന്. ശരിക്കും പറഞ്ഞാൽ 20 വർഷം പഴക്കമുള്ള ഒരു പഴയ ഒരു വീടാണ്. 30 ലക്ഷം രൂപ വരുന്ന വീട്. അത് മേടിക്കാനുള്ള സാഹചര്യവും അദ്ദേഹം തന്നെയാണ്. അദ്ദേഹമാണ് പറയുന്നത്, ഇത് കൈവിട്ട് കളയരുത്. എൻ്റെ അനുജന് വോയിസ് മെസ്സേജ് ഇടുകയാണ്, ഇത് കൈവിട്ട് കളയരുത് സജോ, ഞങ്ങളുടെ കയ്യിൽ ഇപ്പൊ ഒത്തിരി പൈസ ഇല്ല, അതുകൊണ്ട് നിന്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നീ മേടിക്കണം എന്ന് പറയുന്ന വോയിസ് ഞാനിപ്പോൾ ഇവിടെ പ്ലേ ചെയ്യാം. സജോ, നമ്മുടെ വീടിനോട് ചേർന്ന് ഈ ഡോക്ടർ തങ്കമ്മയുടെ ഒരു വീടുണ്ടല്ലോ, അത് ഏകദേശം 3000-ഓളം സ്ക്വയർ ഫീറ്റ് വരും. 6 സെൻറ്റ് സ്ഥലമുണ്ട്. അവർ തങ്കമ്മാൻ്റെ എന്നോട് 1.25 കോടിയൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നതാണ്. അവരവസാനം ഒരാൾക്ക് 65 ലക്ഷം രൂപയ്ക്ക് വിറ്റു. ഇപ്പോൾ ഈ 65-ന് എടുത്ത ആൾ 50 ലക്ഷത്തിന് എനിക്ക് തരാൻ തയ്യാറാണ്. അതായത് 15 ലക്ഷം കുറച്ചിട്ട് എനിക്ക് തരാൻ തയ്യാറാണ്. കാരണം അവർക്ക് അവിടെ പറ്റുന്നില്ല ജീവിക്കാൻ. എന്തെങ്കിലും കുറച്ച് കാശുണ്ടെങ്കിൽ എനിക്ക് ഒരു കടം കുറച്ച് ദിവസത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് കൈവിട്ട് പോകാതെ വേറെ ആരും കൊണ്ടുപോകാതെ ആ സാധനം എടുത്തിടാൻ പറ്റും. അപ്പം എന്നോട് സംസാരിച്ചില്ലെങ്കിലും നീ ഒന്ന് ജിച്ചേച്ചി ഒന്ന് വിളിച്ചിട്ട് നീ ഒന്ന് സംസാരിക്കുക, എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ചോദിക്കേട്ടോ. ഏതായാലും ഒരു 10,100 രൂപ ടോക്കൺ ഇന്ന് രാവിലെ കൊടുത്തു. ഞാൻ പപ്പയോടോ മമ്മിയോടോ ഇത് പറഞ്ഞിട്ടില്ല. ആ വോയിസ് ഇവിടെ കിടപ്പുണ്ട്. അതിനനുസരിച്ചിട്ട് എൻ്റെ അനുജൻ അവന്റെ പൈസയിൽ നിന്നും മേടിച്ച വീടാണത്. പിന്നെ എല്ലാരും പറയുന്നു ഞാൻ സ്വത്ത് സമ്പാദിച്ചു എന്ന്.
ഞാൻ പറഞ്ഞല്ലോ, ഏകദേശം 4 വർഷമേ ആയിട്ടുള്ളൂ ഈ ഫിലോകാലിയ പ്രസ്ഥാനം, ഈ ഓഫീസ് വന്നിട്ട്. ഇതിനു മുമ്പെയാണ്, ഈ 4 വർഷങ്ങൾക്ക് മുമ്പെയാണ് ഞങ്ങൾ വീട് പണിയുന്നത്, കാറ് മേടിക്കുന്നത്, വിദേശ യാത്രകൾ നടത്തുന്നത്, വിദേശ പ്രോഗ്രാമുകൾ നടത്തുന്നത്, ഞാനൊരു സ്വകാര്യ കമ്പനിയിൽ നല്ല ശമ്പളത്തിൽ ഞാൻ ജോലി ചെയ്യുന്നത്, കാശ് സമ്പാദിക്കുന്നത്, എൻ്റെ മക്കളെ നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിഞ്ഞതൊക്കെ ഈ പ്രസ്ഥാനം വരുന്നതിനെ മുമ്പാണ്. എല്ലാവരുടെയും ധാരണ ഈ പ്രസ്ഥാനം കൊണ്ട് ഞങ്ങൾ ജീവിച്ചു എന്നല്ല. ഇല്ല, ഈ പ്രസ്ഥാനം വന്നിട്ട് 4 വർഷമേ ആയിട്ടുള്ളൂ. പ്രസ്ഥാനം വന്നപ്പോൾ നിങ്ങൾ ജീവിച്ചോ ഇല്ല, പ്രസ്ഥാനത്തിൻ്റെ പൈസ നിങ്ങൾ എടുത്തോ ഇല്ല എന്നുള്ളതൊക്കെ നിങ്ങളെ ഭർത്താവ് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് മാഡം. പിന്നെ നിങ്ങൾക്ക് പൊതുസമൂഹത്തിന് അത് ധരിപ്പിക്കാനാണെന്നുണ്ടെങ്കിൽ വിത്ത് പ്രൂഫ് നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഇടയ്ക്കിട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാം. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ED അന്വേഷണത്തിന് എൻക്വയറിക്ക് നിങ്ങളെ വിളിച്ചു എന്ന് പറയുന്നു, അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറയാം. അവിടെ പോയിട്ട് എന്താണെങ്കിലും നിങ്ങൾ പ്രൂവണാണ്, നിങ്ങളുടെ ഭാഗത്തൊരു വിഷയവും ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഇൻകത്തിൻ്റെ സീനുകളില്ല, നിങ്ങൾ ഇതിൽ കൈയിട്ട് വാരില്ല എന്നുള്ളത് അവർ തെളിയിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് എന്ത് പറയാം? അത് നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോയിൽ പറയുന്നു, പക്ഷേ നിങ്ങൾ അതൊന്നും പറയുന്നില്ല. പിന്നെ ഞാൻ ഇവിടെയാണ് സംശയം എന്ന് പറയുന്നത്. എനിക്ക് ഒന്നാമത്തെ കാര്യം, ഈ മാരിയോൻ്റെ വോയിസ് ഈ ലേഡി പ്ലേ ചെയ്തതിൽ പല സ്ഥലങ്ങളിലും കട്ടായിട്ടുണ്ട്, മുറിച്ച് വെട്ടിച്ചേർത്ത പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. 2 പ്രോബബിലിറ്റിയാണ്. ഒന്നില്ലെങ്കിൽ മാരിയോ തന്നെ ഈ സ്ഥലം എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇവർ ഇനീഷ്യേറ്റ് ചെയ്തു, ഇവർ ഈ സ്ഥലം എടുത്ത ടൈമിൽ ഇത് മാരിയോയ്ക്ക് അറിയാമല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ഈ ഫൈറ്റും സാധനം വന്ന സമയത്ത് ഒരു ആരോപണം ഉന്നയിക്കാൻ വേണ്ടിയിട്ട് മാരിയോ പറഞ്ഞതായിരിക്കണം കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് മേടിച്ചത് ഇവിടുത്തെ ഫണ്ട് എടുത്തിട്ടാന്നുള്ളത്. ഓക്കെ, അത് ചിലപ്പോൾ മാരിയോ ഇത് ചെയ്യാൻ പറ്റും. 2 വശമാണ്. ഒന്ന് അങ്ങനെ ആയിരിക്കും, അവിടെ മാരിയോ അപ്പോൾ മാനിപ്പുലേറ്റ് ചെയ്തു, ബാക്കിയുള്ളവരെ ഇവരെ യൂസ് ചെയ്തു എന്നുള്ളത് വേണമെങ്കിൽ ആ വേർഷൻ ഇവർക്ക് പറയാം. ഇവർ ആ വേർഷനാണ് പറയാൻ ഉദ്ദേശിച്ചത്. ഇല്ലാത്തൊരു സെക്കൻഡ് വേർഷൻ ഞാൻ പറയട്ടെ. ഒരു വീട്ടിനകത്ത് അപ്പോൾ ഞാൻ ഇന്ത്യയിൽ പൈസ ഇല്ല, എൻ്റെ അളിയനോട് പറയുകയാണ്, അളിയ അപ്പുറത്തൊരു വീട് പറമ്പും കൊടുക്കാണ്ട്, ഇന്ത്യയിൽ കാശില്ല, നൈസ് വിലയാണ്, എനിക്ക് ശേഷം വില കുറച്ച് തരാറുണ്ട്, ഈ മേടിച്ചിട്ടോ. നമ്മുടെ നാട്ടിൽ അത്യാവശ്യം കാശുള്ള അളിയന്മാരൊക്കെ തമ്മിൽ പറയുന്ന വർത്തമാനമാണ്. മനസ്സിലായില്ലേ? അങ്ങനത്തെ ഒരു ടോക്ക് പറഞ്ഞു കാണും. ഓക്കെ, ഈ പറഞ്ഞതിൻ്റെ മുകളിൽ ഈ ചെങ്ങായി അളിയൻ പോയിട്ട് ഇത് വാങ്ങിയിട്ടുണ്ടാവും. പിന്നെയാവും മാരിയോ അറിയുന്നത് കാശിൻ്റെ സോഴ്സ് കംപ്ലീറ്റ്ലി അളിയൻ്റെ ആവില്ല, അപ്പുറത്തുനിന്ന് ഫിലോകാലിയെന്ന് പെങ്ങളെടുത്ത് കൊടുത്തു എന്നുള്ളത്. അതറിഞ്ഞപ്പോൾ ഇയാൾക്ക് പൊട്ടിക്കാണും. ഇയാളത് ഈ ഒരു ടൈമിൽ വിളിച്ച് പറയുകയും ചെയ്തു. ഇപ്പം മാരിയോനോട് എന്താണെങ്കിലും ഒരു ചോദ്യം ചോദിക്കുമ്പോൾ മാരിയോ അതിന് ക്ലിയർ ക്ലാരിറ്റിയിൽ ഉത്തരം തരണം. ഭാര്യയാണ് ഫണ്ട് ഇറക്കിയ ഫിലോകാലിയെന്ന് പല രീതിയിലായിട്ട് ഫിലോകാലിയയുടെ ഫൗണ്ടേഷൻ്റെ സ്കാനറോ നമ്പറോ കൊടുക്കാതെ ഇവരുടെ പേഴ്സണൽ അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുത്തു എന്നുള്ളൊരു ക്ലെയിമാണ് മാരിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ മാരിയോ ഇത് തെളിയിക്കണം. കാരണം ഇപ്പോൾ ഇവർ വന്നിരുന്നു പറയുന്നു മാരിയോ ആണ് ആ വീട് വാങ്ങാൻ പറഞ്ഞതെന്നുള്ളത്. എന്തായാലും മേടിച്ചു വരും. ഇതാ ഞാൻ പറഞ്ഞത്, ഈ 2 ഉടായിപ്പാണോ എനിക്ക് ഡൗട്ടുള്ളത്. വീട് വാങ്ങി, എൻഡ് ഓഫ് ദ ഡേ വാങ്ങി, ആരും കുറ്റക്കാരായാലും വീട് വരെ വാങ്ങിയിട്ടുണ്ട്. 1 കോടി 1.5 കോടിൻ്റെ സാധനം 50 ലക്ഷം രൂപയ്ക്ക് ഇവരെ കയ്യിൽ എത്തിയിട്ടുണ്ട്. എന്റെ ഈ സാരി എല്ലാവരും വിചാരിക്കുന്നു ഭയങ്കര വിലയുള്ള സാരിയാണെന്ന്. സത്യം പറഞ്ഞാൽ എറണാകുളം ബ്രോഡ്വേയിൽ ഒരു കടയുണ്ട്, പഴയ അമ്മച്ചിമാരുടെയൊക്കെ ചട്ടത്തുണികൾ കിട്ടുന്ന സ്ഥലം. ഓക്കെ, അത് റോളായിട്ട് വെച്ചേക്കും, ഇതുപോലത്തെ വെള്ള തുണി റോളായിട്ട് വെക്കും. മീറ്ററിന് 50 രൂപ 60 രൂപ വിലയേ ഉള്ളൂ. ഒരു റോള് ഞാൻ ഇങ്ങനെ എടുത്തോണ്ട് വരും. മീറ്ററിന് 50 രൂപ വിലയുള്ള ഒരു 5.5 മീറ്റർ ഞാൻ മുറിച്ചെടുക്കും. പിന്നെ ഇതുപോലെ കണ്ടം വെച്ച തുണികൾ, അതായത് നൈറ്റിയുടെ തുണി, അല്ലെങ്കിൽ ചെറിയ ചെറിയ ബ്ലൗസിന്റെ വില കുറഞ്ഞ തുണി, ചുരിദാർ മെറ്റീരിയലിന്റെ ഒരു 1.5 മീറ്റർ തുണി കട്ട് ചെയ്ത് മേടിക്കും. അത് വെച്ചടിക്കും. അത് വെച്ചടിച്ച കുറച്ച് സാരികളുണ്ട്, അത് എന്റെ തന്നെ ഡിസൈനിങ്ങും എന്റെ തന്നെ സ്റ്റിച്ചിങ്ങും ഒക്കെയാണ്. ഓക്കെ, അല്ലാതെ ഇത് റെഡിമെയ്ഡ് മേടിക്കുന്നത് വില കൂടിയ സാരിയൊന്നും അല്ല. ഒരുപാട് ഞാൻ സമ്പാദിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോ ഈ ഒരു അവസ്ഥ വരില്ലായിരുന്നു. എന്താണ് അവസ്ഥ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്റെ കയ്യിൽ ആകെയുള്ള സ്വർണം 2-3 കുഞ്ഞു മാലകളും എന്റെ പഴയ വെഡിങ് റിങ്, അദ്ദേഹത്തിന്റെ വെഡിങ് റിങ്ങും കൂടി ഉണ്ട് കേട്ടോ, ഈ ഫോട്ടോയിൽ കാണാം. കഴിഞ്ഞ ദിവസമായി എന്റെ അപ്പനെ കൊണ്ട് ഞാൻ KSFയിൽ കൊണ്ട് പണയം വെപ്പിച്ചത് 3 ലക്ഷത്തി സംതിങ് ആണ്ട് കിട്ടി. റെസിപ്റ്റും കൂടെ വെച്ചേക്കാം. അതില് എന്തിനാ വെച്ചെന്നറിയാവോ? 1-2 സ്റ്റാഫ് ഫിലോകാലിയിൽ ഇപ്പോഴും ഉണ്ട്. അവർക്ക് സാലറി കൊടുക്കാൻ നിവൃത്തിയില്ല. കാരണം അദ്ദേഹം കൂടെ ചെക്കിൽ സൈൻ ചെയ്യണം സാലറിക്ക് വേണ്ടിയിട്ട്. അദ്ദേഹം അത് ചെയ്തിട്ടില്ല. അതുകൂടാതെ എന്റെ കൊച്ചിന് ബാംഗ്ലൂർ പഠിക്കുന്ന എന്റെ മോൾക്ക് ഹോസ്റ്റൽ ഫീസ് കിട്ടണം, മെസ് ഫീസ് കെട്ടണം, അതിന് കാശ് വേണം, എന്റെ വീട്ടു ചെലവ് നടക്കണം. ഓക്കെ, എന്റെ വണ്ടിയുടെ ലോൺ അടയ്ക്കേണ്ട ആവശ്യമുണ്ട്. ആ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ എമർജൻസിക്ക് വേണ്ടി പണയം വെച്ചത്. എന്റെ വരുമാനം എന്തെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ
4 വർഷം മുമ്പുള്ള വരുമാനം എന്ന് പറയുന്നത് ഞാൻ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു, പലയിടത്തും ധ്യാനങ്ങൾ കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നു, പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നു, വിദേശ പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നു, ഫേസ്ബുക്ക് വരുമാനം ഉണ്ടായിരുന്നു ഒക്കെ. ഇപ്പോഴും എനിക്കുള്ള വരുമാനം ഇതൊക്കെ തന്നെയാണ്. 25,000 മുതൽ 50,000 രൂപ വരെയാണ് എനിക്ക് ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു വരുമാനം. അത്യാവശ്യം വരുമാനം പേഴ്സണലി ഉള്ളൊരു വ്യക്തി, അവർ പറഞ്ഞ കണക്ക് വെച്ച് നോക്കുമ്പോൾ തന്നെ 25,000 മുതൽ 50,000 വരെ എന്നൊക്കെ പറയുമ്പോൾ ഒരു മാസത്തിലൊരു 4 മോട്ടിവേഷൻ വർക്ക് കിട്ടിയാൽ തന്നെ 1 ലക്ഷം രൂപ കിട്ടി. ഫേസ്ബുക്കിൽ ഈ വീഡിയോസൊക്കെ ഇടുമ്പോൾ നല്ല ഈ സുവിശേഷം അല്ലെങ്കിൽ ദൈവവിളിക്കൊക്കെ നല്ല മോട്ടിവേഷൻ, നല്ല വ്യൂവർഷിപ്പാണ്. ഫേസ്ബുക്ക്, യൂട്യൂബ് എന്നൊക്കെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ഇതിനൊരു പെർട്ടിക്കുലർ വ്യൂവർഷിപ്പും വ്യൂ റിട്ടൻഷനും ആവറേജ് വ്യൂ ടൈമും RPM ഒക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ ഫണ്ട് വേറെ. എങ്ങനെ കളിച്ചാലും 2-2.5 ലക്ഷം രൂപ ഈസി ആയിട്ട് മാസം കിട്ടുന്ന, അല്ലെങ്കിൽ 2 ലക്ഷം രൂപ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്റ്റേബിൾ ഫേസിലാണ് ഇവരിയ്ക്കുന്നതാണ് ഇവർ പറയുന്നത്. എന്നിട്ട് ഇവർ കൊണ്ടുപോയി സ്വർണം പണയം വെച്ചു എന്ന് പറയുമ്പോൾ ആ സ്വർണം പണയം വെച്ച ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവരുടെ ഈ അടിയും പ്രശ്നങ്ങളും കാര്യങ്ങളും പുറത്ത് വന്ന് അടിയും വിഷയങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ സ്വർണ്ണ പണയത്തിൽ ഞാൻ ഒക്കെ ആസ് പെർ മൈ നോളേജ് ഇതിൻ്റെ ഡേറ്റ് വന്നിരിക്കുന്നത്. മനസ്സിലായോ? ഇതിൻ്റെ ഡേറ്റ് ഇരിക്കുന്നത് അങ്ങനെയാണ് മക്കളെ. ഞാനിവിടെ അതിൻ്റെ വേണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു സ്ക്രീൻഷോട്ട് കൊടുക്കാം. എനിക്കിതൊന്ന് മനസ്സിലായത് അതിലെ ഡേറ്റ് ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14/11/2025. ഇവർ രണ്ടാളും തമ്മിലുള്ള അടിയും പ്രശ്നങ്ങളും പോലീസ് കേസൊക്കെ ഒരു 10-11 തീയതി നടന്ന ഐറ്റങ്ങളാണ്. എവിടെയോ ഒരു ഫാബ്രിക്കേഷൻ, അതായത് കാശില്ല എൻ്റെ കയ്യിൽ നിന്നുള്ളത് കാണിക്കാൻ വേണ്ടി സ്വർണം കൊണ്ടുപോയി പണം. പിന്നെ എൻ്റെ ഇത്ര സ്വർണ്ണമേ ഉള്ളൂ. സുവിശേഷത്തിനും മോട്ടിവേഷത്തിനും ദൈവമാണ് എല്ലാം എന്ന് പറയാനും അല്ലെങ്കിൽ നാട്ടുകാരെ മോട്ടിവേറ്റ് ചെയ്യാൻ നടക്കുന്ന ആളുകൾ മറ്റേ മലബാർ ഗോൾഡിൻ്റെയും അല്ലെങ്കിൽ ഭീമാ ജ്വല്ലറിൻ്റെയും പരസ്യം മാതിരി നടക്കുക ലൈഫിൽ ഇത്രയും സ്വർണം വെക്കൂ, അല്ല 100, 200, 300 പാവം വാരി കൂട്ടി നടക്കൂ നാട്ടുകാർ, ഈ പണിക്ക് നടക്കുന്നവർ. പിന്നെ ഈ സാരിയുടെ കേസ് പറഞ്ഞു, അത്ര ആർഭാടമല്ല എന്നുള്ളത്. മലയാളികൾ കണ്ട ഏറ്റവും വലിയ ചാരിറ്റി നന്മമരവും ഉടായ്പും തട്ടിപ്പും ബോച്ചയാണ്. വെള്ളയിലല്ലാതെ ഞാൻ കണ്ടിട്ടില്ല ഈ അടുത്ത കാലത്തൊന്നും അയാൾ. അപ്പം എല്ലാ ഉടായ്പകളും ഇതേപോലെ വെള്ളയും എളിമ കാണിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം തയ്ച്ചത് നയിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുന്ന ആൾക്കാരാ. ഞാൻ കണ്ടിട്ടില്ല ഒരു ബാൽമിനോ അല്ലെങ്കിൽ ഒരു ഗുച്ചിയോ പ്രാഡോ അർമാനയൊക്കെ ഇട്ട് നടക്കുന്ന ഒരു നന്മമരത്തിന്. ഈ നന്മമരങ്ങളുടെ സോഫ്റ്റ് കോൾഡ് നന്മമരങ്ങളുടെ ഒരു ബ്രാൻഡ് പരിപാടിയാണ് വെള്ള കളർ ഡ്രസ്സ്. കണ്ടിട്ടില്ലേ? കുറേ ഉസ്താദ്മാർ വെള്ളയൊക്കെ ഇട്ട് നടക്കുന്നുണ്ടാവും. എന്നിട്ട് അപ്പുറത്ത് ചാരിറ്റി ചെയ്യുന്നുണ്ടാവും. കുറേ സ്വാമിമാർ, കുറേ അച്ചായന്മാർ, കുറേ ആൾക്കാർ, എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും ഒരു പ്രത്യേക തരം വെള്ളയോ അവർക്ക്. മനസ്സിലായില്ല? ചാരിറ്റിയുടെ ഒരു വെള്ളം ഉണ്ടാവും അവർക്ക്. ഇനി ഈ മതപണ്ഡിതന്മാരല്ലാത്തവരെ നോക്കിക്കഴിഞ്ഞാൽ ഫിറോസ് കുന്നപ്പറമ്പിൽ മോസ്റ്റ്ലി വെള്ളയില്ലേ. അങ്ങനെയുള്ളവരൊക്കെ വെള്ളയാണ്. അഡ്വക്കേറ്റ് എന്താണ് ഷമീർ കുന്നമംഗലം, വെള്ളയില്ലേ. വെള്ളി എന്ന് പറഞ്ഞാൽ അതാണ് നന്മമരം ചാരിറ്റീൻ്റെ ഒരു മുഖമാണ് ഈ വെള്ളി എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പം പിന്നെ സാരീൻ്റെ കേസ് ബ്രോഡ്വേന്ന് മേടിച്ച സാരി എന്നൊന്നും പറഞ്ഞ് തള്ളരുത് പ്ലീസ്. ഓക്കെ? അത് നിങ്ങളുടെ ആ ഒരു ബ്രാൻഡ് വിൽക്കാൻ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ ആളുകൾ നിങ്ങളെ കാണുമ്പോൾ തന്നെ ഒരു അയ്യോഭാവം ഫീൽ വരെ നിങ്ങൾ അടിച്ചുണ്ടാക്കുന്ന ഒരു പരിപാടി മാത്രമാണ്. പിന്നെ അത് വന്നിരുന്നു തള്ളി ഞാൻ ഡിസൈൻ ചെയ്തത് ബ്രോഡ്വേത്തെ സാരി എന്നൊക്കെ പറയുമ്പോൾ പുച്ഛമാണ് തോന്നുന്നത്. ഓക്കെ? ഇതിനകത്ത് ഒരു ക്ലാരിറ്റി ഇല്ല നിങ്ങൾ പറഞ്ഞതിനകത്ത്. നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങൾക്കെതിരെ ഉന്നയിച്ച കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റിയും തിരിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പല കാര്യങ്ങളും ഇവർ വിഴുങ്ങിയിട്ടുണ്ട്. എന്തുകൊണ്ട്? എനിക്ക് തോന്നിയിട്ടുണ്ട് പല കാര്യങ്ങളും ഇവർ വിഴുങ്ങിയാണ് സംസാരിക്കുന്നത്. മദ്യപാനത്തിൻ്റെ കാര്യം ഒരു വിഴുങ്ങി, ED റെയ്ഡിൻ്റെ കാര്യം ഒരു വിഴുങ്ങി. എന്തുകൊണ്ടാണ് മാരിയോ ചെക്കിൽ ഒപ്പ് വെക്കാതെ നിങ്ങൾക്ക് സ്വർണം പണയം വെച്ച് അവിടെയുള്ള സ്റ്റാഫുകൾക്ക് പൈസ കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നത്? അവിടുത്തെ സ്റ്റാഫുകൾ നിങ്ങളുടെ കുടുംബക്കാരും കൂട്ടക്കാരുമാണ്. പിന്നെ മാരിയോ ഒപ്പിടൂ? താങ്കൾ അറിയേണ്ട ഒരു കാര്യം, ഇതിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് മാരിയോ ജോസഫ്, ഞാൻ. ഇതിന്റെ കോ ഫൗണ്ടർ എന്ന് ജിജി തന്നെ വിളിക്കും. പക്ഷെ അതിന്റെ ജോയിന്റ് മാനേജിംഗ് ട്രസ്റ്റി ആയിട്ടിരിക്കുന്നത് ജിജി. പിന്നെ അതിലൊരു മെമ്പറായിരിക്കുന്നത് ജിജിയുടെ അപ്പൻ, പിന്നെ ഒരു മെമ്പറായിരിക്കുന്നത് ജിജിയുടെ അമ്മ, പിന്നെ അതിൽ മെമ്പറായിരിക്കുന്നത് ജിജിയുടെ ഏറ്റവും ഉറ്റ സുഹൃത്ത്. രസം അതല്ല. അത് കഴിഞ്ഞിട്ട് ഓഫീസിൽ വരുമ്പോൾ ജനറൽ മാനേജർ ആയിരിക്കുന്നത് ജിജിയുടെ അമ്മയുടെ ബ്രദർ. ഓഫീസിലെ റിസപ്ഷനിസ്റ്റും അസിസ്റ്റന്റ് ജനറൽ മാനേജറും ആയിട്ടിരിക്കുന്നത് റിങ്കോ, അതായത് ജിജിയുടെ അനിയത്തിന്റെ ഭർത്താവ്. ഇതിന്റെ മുമ്പും അവിടെ ജോലി ചെയ്തത് ജിജിയുടെ കസിൻ, തല്ലുകെട്ടിപ്പോയ ആള്. അപ്പൊ ഇങ്ങനെ ഇത് മൊത്തം ഹൈജാക്ക് ചെയ്യപ്പെട്ടപ്പോൾ ഞാൻ അതിനോടൊന്ന് റിയാക്ട് ചെയ്യേണ്ടി വന്നു. അതിനൊന്ന് നിയന്ത്രിച്ചില്ലെങ്കിൽ ഭാവിയിൽ വലിയ അപകടമാവുമല്ലോ എന്നോർത്ത് ഒന്ന് നിയന്ത്രിച്ചതിനോട് ജിജി പ്രതികരിച്ചതാണ്. ഒരു FIR ഇട്ടിട്ട് എന്നെ ഭയപ്പെടുത്തി അവർ പറഞ്ഞതെല്ലാം അംഗീകരിച്ചു കൊടുക്കുന്ന തരത്തിൽ പോലീസിന്റെ മുമ്പിൽ
മുമ്പിൽ എന്നെ എത്തിക്കുക എന്നുള്ളത്. ഞാനതിന് വഴങ്ങാതെ വന്നപ്പോൾ ജിജി തന്നെ ഇതെല്ലാം ന്യൂസുകാർക്കെല്ലാം അയച്ചു കൊടുക്കുകയാണ്. പിന്നെ പല വീട്ടിലുണ്ടായ രഹസ്യ കൺവേഴ്സേഷനൊക്കെ അയച്ചു കൊടുത്തിട്ട് എന്നെ ഒന്ന് താറടിക്കാൻ നോക്കിയെന്നേ ഉള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ജിജി എന്നല്ല, ഞാൻ പറഞ്ഞില്ല, പെറ്റമ്മ പോലും എനിക്ക് 100% ബോധ്യമുള്ള കാര്യത്തിൽ എന്നോട് എതിര് നിന്ന് കഴിഞ്ഞാൽ ഞാൻ അതിനോട് പ്രതികരിക്കും. എനിക്ക് 100% ഈ പറയുന്നത് ശരിയാണെന്ന് തോന്നിയതിൽ ഞാൻ ഉറച്ചു നിൽക്കും. അപ്പം ഇതിനെക്കുറിച്ച് ഇപ്പം എനിക്ക് എന്താ പറയാന്നറിയില്ല. ജിജിയുടെ ഭാഗം മുഴുവൻ തെറ്റാണെന്നും ഞാൻ ഒരിക്കലും പറയുന്നില്ല. ജിജിയും ശരിയാണ്, ഞാനും ശരിയാണ്. പക്ഷെ പലരും ഇപ്പം വീഡിയോയിൽ പറയുന്ന പോലെ വലിയ ശരിയും ചെറിയ ശരിയും തമ്മിലുള്ള ഒരു വഴക്ക്, നന്മയും തിന്മയുള്ള വഴക്കല്ല, വലിയ ശരിയും ചെറിയ ശരിയും തമ്മിലുള്ള ഒരു വഴക്ക്. ഈ ഭൂമിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ളി തെറ്റെന്ന് പറയുന്നത് ഇപ്പം എനിക്ക് ഫുള്ളി തെറ്റായി തോന്നുന്നു, വേറൊരാൾക്ക് 10% ശരിയായി തോന്നിയാലോ. അപ്പൊ അതുകൊണ്ട് ശരി തെറ്റുന്നതിനേക്കാൾ ഉപരി വലിയ ശരിയും ചെറിയ ശരിയും തമ്മിലുള്ള ഒരു വഴക്കന്നേ ഉള്ളൂ. ഈ ഭർത്താവ് പറഞ്ഞു വെക്കുന്നതിൽ തന്നെ ഉണ്ട് എന്തുകൊണ്ടാണ് ഭർത്താവ് ആ പ്രസ്ഥാനം ഈ ഒരു രീതിയിൽ വേറൊരു കമ്പനിയെ രജിസ്റ്റർ ചെയ്തത്, എന്തുകൊണ്ട് നിങ്ങളെ മാറ്റി നിർത്തി. അയാൾക്ക് ഒരു ക്ലാരിറ്റി ഉണ്ട്. പക്ഷെ ആ ക്ലാരിറ്റിക്ക് അകത്തും ഒരു ക്ലാരിറ്റി ഇല്ലായ്മ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞ പോലെ ചെറിയ നല്ലതും വലിയ നല്ലതും നല്ല രണ്ടുടായ്പകൾ. നാട്ടുകാരുടെ മുന്നിൽ മോട്ടിവേഷൻ വാരി എറിഞ്ഞ് നാട്ടുകാരുടെ മുന്നിൽ ഞങ്ങൾ ദ പെർഫെക്റ്റ് ആണ് എന്ന് കാണിച്ച് നടന്ന രണ്ടുടായ്പകൾ. നിങ്ങളുടെ ആ ഫേസ് കണ്ടിട്ടാണ് ഈ നാട്ടുകാർ നിങ്ങൾക്ക് ചാരിറ്റി ഞാൻ കാശെടുത്ത് തന്നത്. മനസ്സിലായില്ലേ? നിങ്ങളുടെ ആ നന്മ വാരി എറിഞ്ഞ് തൂറൽ കണ്ടിട്ടാണ്. മനസ്സിലായോ? അതുകൊണ്ട് നിങ്ങൾ നാട്ടുകാരെ പറ്റിച്ച രണ്ടാൾക്കാരാണ്. അതിന് നിങ്ങൾ ഡെക്കറേഷനൊന്നും കൊടുക്കണ്ട. ചെറിയ നന്മ വലിയ നന്മ രണ്ടുടായ്പകൾ. നാട്ടുകാരെ പറ്റിച്ചുകൊണ്ടിരുന്ന് ലാസ്റ്റ് സ്വയം തമ്മിൽ തല്ലി പൊട്ടി അടിച്ച് പിരിഞ്ഞ്. ഇനി ഇതിൽ ആര് നല്ലത് അല്ലെങ്കിൽ ഇതിൽ ആര് വലിയ ഉടായ്പ് ചെറിയ ഉടായ്പ് എന്നുള്ളത് അത് നിങ്ങളെ വർത്തമാനത്തിൽ നിന്ന് നാട്ടുകാർക്ക് ഓരോ ദിവസം ഇങ്ങനെ മനസ്സിലാവും. ഓക്കെ. എന്താണെങ്കിലും ഞാൻ പറഞ്ഞ പോലെ ഇതിൽ വൈഫിൻ്റെ ഭാഗത്തുനിന്ന് വന്ന ക്ലാരിറ്റി, ഒരു ക്ലാരിറ്റി ഇല്ല, പക്ക ഫ്രോഡാന്നുള്ളത് മനസ്സിലായി. എനിക്കതാണ് പേഴ്സണലി മനസ്സിലായത്, പക്ക ഫ്രോഡാന്നുള്ളത്. പിന്നെ ഹസ്ബൻഡിനാണെങ്കിൽ ഇപ്പോൾ ഇയാൾ ഈ മറുനാടലിൽ സംസാരിച്ചൊക്കെ കേട്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, അങ്ങനെ ഒരു സൈഡായ പോലെ എല്ലാം പറഞ്ഞു എല്ലാം ചെയ്തു. ഭാര്യയുടെ ഭാഗത്ത് നിന്ന് ക്ലാരിറ്റിക്ക് വലിയൊരു ക്ലാരിറ്റി ഇല്ലാത്തൊരവസ്ഥയും വന്നു. അപ്പോൾ മൂപ്പരെ ഏറെക്കുറെ വെളുത്തല്ലോ. അതുകൊണ്ട് ഇപ്പോൾ ആ ഒരു അറ്റൻഷനും കുറേയാണ് മാറി കിട്ടി. ഇനി അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ഇവരെല്ലാം പറഞ്ഞ് പരിഹസിച്ചെന്നല്ല, നമ്മളെ പരിഹസിക്കുന്നത് വേറെ കാര്യം, എല്ലാം പറഞ്ഞ് എല്ലാം സോൾവ് ആക്കി ഇവരെല്ലാവരും കൂടി ഒരു വട്ടമേശേൻ്റെ ഇതിലിരുന്ന് എല്ലാം തീർത്ത് കെട്ടി രണ്ടാമത് ഇനി മോട്ടിവേഷൻ സ്പീക്കിങ്ങും ചാരിറ്റി ആയിട്ട് ഇറങ്ങുമ്പോൾ ഇനി നാട്ടുകാരെടുത്ത് കൊടുക്കും കാശ്. അതായത് ഈ വീഡിയോ നിർത്തുമ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, വെള്ളയും നല്ലോ ശ്രദ്ധിച്ചോ, ഉട്ടായ്പാണത്.